ഹലോ ഫ്രണ്ട്സ്, മലയാളത്തിലുള്ള ഇൻകം ടാക്സ് കോഴ്സ് CA, CMA, CS ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് വേണ്ടിയുള്ള PGBPയുടെ സെക്കൻഡ് പാർട്ട്, അതിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഓഫ് PGBPയിൽ നമ്മൾ സെക്ഷൻ 28-ഉം സെക്ഷൻ 41-ൻ്റെ ഒരു പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 28 ചാർജബിലിറ്റി സെക്ഷനും സെക്ഷൻ 41 ഡീംഡ് ഇൻകവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ അഡ്മിസിബിൾ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഡക്ഷൻസാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 29, 30, 31 ഈ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അഡ്മിസിബിൾ ഡിഡക്ഷൻസിൽ സ്പെസിഫിക്കലി അലൗഡ് എക്സ്പെൻസസ് ആണ് കവർ ചെയ്യുന്നത്. സെക്ഷൻ 29 പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 28-ൽ പറഞ്ഞിട്ടുള്ള ഇൻകംസ്, PGBP ഇൻകംസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം, അത് സെക്ഷൻ 30 തൊട്ട് 43D വരെയുള്ള സെക്ഷനുകളിൽ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 29 says the income referred to in section 28 shall be computed in accordance with the provisions contained in section 30 to 43D. സെക്ഷൻ 30 തൊട്ട് 43D വരെയുള്ള സെക്ഷൻസിൽ കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് അനുസരിച്ച് സെക്ഷൻ 28-ൽ പറഞ്ഞിട്ടുള്ള ഇൻകംസ് കമ്പ്യൂട്ട് ചെയ്യണം എന്നാണ് സെക്ഷൻ 29 പറയുന്നത്. സെക്ഷൻ 29-ൽ വേറെ ഒന്നും പറയുന്നില്ല, ഇതാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ സെക്ഷൻ 30 തൊട്ട് 36 വരെ സ്പെസിഫിക് അലവൻസസ് ഡിഡക്ഷൻസാണ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കേസും സ്പെസിഫിക് കേസസ് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 37(1) എന്ന് പറയുന്നത് റെസിഡ്യൂറി സെക്ഷനാണ്. അതായത് സെക്ഷൻ 30 തൊട്ട് 36 വരെ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് സെക്ഷൻ 37(1)ൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് ലെഫ്റ്റ് ആൻഡ് നോട്ട് കവേർഡ് അണ്ടർ 30 to 36. ഇപ്പോൾ സെക്ഷൻ 20 നോക്കുവാണെങ്കിൽ 30 to 37 വരെ അഡ്മിസിബിൾ ഡിഡക്ഷൻസും ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻസ് 40-ലും സ്പെഷ്യൽ കേസസ് ഓഫ് ഡിഡക്ഷൻസ് 40A-ൽ ഡീംഡ് ഇൻകംസ് 41-ൽ ബാക്കിയുള്ളതെല്ലാം കൂടെ അതർ പോർഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്പെൻസസ് പറയും, PGBP എക്സ്പെൻസസ് പറയുമ്പോൾ അത് സ്പെസിഫിക്കലി അലൗഡ് എക്സ്പെൻസസ് ഉണ്ട് സെക്ഷൻ 30 to 37 വരെ ഉള്ളതിൽ. സ്പെസിഫിക്കലി ഡിസലൗഡ് ഉണ്ട്, അതായത് ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻസ് 40. ദെൻ ഡീംഡ് എക്സ്പെൻസാണ് 41-ൽ പറയുന്നത്. സ്പെഷ്യൽ കേസസ് ഓഫ് എക്സ്പെൻസസ് ആണ് 40A-ൽ. ആൻഡ് മിസ്ലേനിയസ് ബാലൻസ് എക്സ്പെൻസസ് അതർ പോർഷൻസ് പറയുന്നുണ്ട്. നമ്മൾ P&L ഇൻകം നമ്മൾ എടുക്കേണ്ട റവന്യൂ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആണ്. അതിൽ നമ്മൾ പല ഇൻകംസും അലൗഡ് ആയിരിക്കും. നമ്മൾ അക്കൗണ്ടിങ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിലുള്ള പല ഇൻകംസും ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അത് അലൗഡോ ഡിസലൗഡോ ആണ്. അപ്പം ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് അതിൻ്റെ ബുക്ക് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് PGBP ഇൻകം കിട്ടുകയുള്ളൂ. ഓക്കെ. സെക്ഷൻ 30 ഇവിടെ പ്രതിപാദിക്കുന്നത് റെൻറ്റ്, റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി ടാക്സ്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് ആണ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് നമ്മൾ ടാക്സ് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ റെൻറ്റ്, റൈറ്റ്സ്, ടാക്സസ്, റിപ്പേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്, യൂസ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഓർ വൊക്കേഷൻ, ഇതെല്ലാം അലൗഡ് എക്സ്പെൻസസ് ആണ്. അതിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കേസ്, ഇത് ഫോർ ബിൽഡിങ്ങിനാണ് നമ്മൾ പറയുന്നത്. ഈ സെക്ഷൻ 30 പറയുന്നത് ഫോർ എ ബിൽഡിങ്ങിനാണ്. ഒരു ബിൽഡിംഗ് ഫോർ എ ബിൽഡിംഗ്, റെൻറ്റ്, റൈറ്റ്സ്, ടാക്സ്, റിപ്പേഴ്സ്, ഇൻഷുറൻസ് ഇതെല്ലാം അലോവബിളാണ് എന്നാണ് പറയുന്നത്. ഫോർ എ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെൻറ്റ്, റവന്യൂ റിപ്പേഴ്സ്, നമ്മുടെ കറണ്ട് റിപ്പേഴ്സ്,
ക്യാപിറ്റൽ റിപ്പയേഴ്സ്, ഓക്കെ, അതുപോലെ റൈറ്റ്സ്, ഇൻഷുറൻസ് പ്രീമിയം, ഇതെല്ലാം അലൗഡ് എക്സ്പെൻസസ് ആണ്. റെൻറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ റെൻറ്റ് ടെനൻറ്റ് പേ ചെയ്യുകയോ റെൻറ്റ് പേ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു അലൗഡ് എക്സ്പെൻസായിട്ട് കണക്കാക്കും. റെൻറ്റ് ഓണർക്ക് പേ ചെയ്യുന്നു. റവന്യൂ റിപ്പയേഴ്സിലെ കറണ്ട് റിപ്പയേഴ്സ് അത് ഓണർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടെനൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെസ്സി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോട്ടറേജ് എടുത്തിരിക്കുന്നതാണെങ്കിൽ ഇവർക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആൾ അനുസരിച്ച് അത് അലൗബിൾ ആവും. ക്യാപിറ്റൽ റിപ്പയേഴ്സ് അലൗബിൾ അല്ല ഈ കേസിൽ. പക്ഷേ ക്യാപിറ്റൽ റിപ്പയേഴ്സ് ചെയ്യുവാണെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ അലൗഡാണ്. അതൊരു ഡീംഡ് ബിൽഡിംഗ് ആണ്. ഡീംഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈം ലീസിന് എടുത്തിട്ടുള്ള ബിൽഡിങ്സ്. ഇപ്പോൾ 30 years ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്യാപിറ്റൽ റിപ്പയേഴ്സ് ചെയ്തു കൊടുത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ 30 years ഒരു ലോങ് ലീസിൽ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പം 1-2 മുറി നമ്മൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊടുത്ത് ചെയ്യേണ്ടി വരും. അത് ക്യാപിറ്റൽ എക്സ്പെൻസാണ്. അത് ടെനൻറ്റ് വേണമെങ്കിലും ചെയ്യാം. ടെനൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓണർ ചെയ്ത് കഴിഞ്ഞാലും അത് ഡിപ്പോസിഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. ടെനൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുടക്കുന്ന എമൗണ്ട് ഡിപ്പോസിഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇനി അത് ഓണറാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ട് മാറി കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കൂടെ ആഡ് ചെയ്ത് അതിൽ ഡിപ്പോസിഷൻ ഓണർ ക്ലെയിം ചെയ്യാവുന്നതാണ്. റൈറ്റ്സ് ആൻഡ് ടാക്സസ് നമ്മൾ മുനിസിപ്പൽ ടാക്സസും ലാൻഡ് റവന്യൂ ടാക്സും മറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത് വൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് അലോബിളാണ്. പേയ്മെൻറ്റ് ബേസിസിലാണ്. അത് 43B ആപ്ലിക്കബിളാണ്. 43B എന്ന് പറയുമ്പം ചില എക്സ്പെൻസുകൾ അക്രൂവൽ ബേസിൽ അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് അങ്ങനെ ബിസിനസ് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ. അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ചില ഐറ്റംസ് അത് പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ക്യാഷ് പേയ്മെൻറ്റ് ബേസിസിൽ മാത്രമേ അത് അലോബിൾ ഉള്ളൂ. അതാണ് 43B പറയുന്നത്. ഓക്കെ, അപ്പം ഈ ടാക്സ് അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ ടാക്സ് അല്ലെങ്കിൽ ലോക്കൽ റൈറ്റ്സ്, മുനിസിപ്പൽ ടാക്സ് ഇതെല്ലാം 43B പ്രകാരമാണ്. അതായത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഇനി ഇൻഷുറൻസ് ഫോർ റിസ്ക് ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രിമൈസസ്, ഇതും അലോബിളാണ്. certain deductions to be only on actual payment. അതാണ് നമ്മൾ 43B പറയുന്നത്. 43Bയിൽ any sum payable by assessee by way of tax, duty, cess, fee, whatever name called under any law for the time being in force. അങ്ങനെയുള്ള ഇത് ഓൺ പേയ്മെൻറ്റിൽ ഇപ്പോൾ അതിനകത്ത് കുറച്ചധികം ഐറ്റം ഉണ്ട്. A to H വരെ ഉണ്ട്. ഓക്കെ, നമ്മളിതിനകത്ത് ഇറലവൻറ്റ് പോർഷൻ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 43B നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അപ്പോൾ എല്ലാം കൂടെ നമ്മളിവിടെ ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷന് വേണ്ടി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യം മാത്രം ഇവിടെ പഠിക്കും. ബാക്കിയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്തായാലും. ഓക്കെ, അന്നേരം ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഷാൽ ബി അലൗഡ്, ഓക്കെ, ഒൺലി ഓൺ, അതായത് അങ്ങനെയുള്ളത് ഷാൽ ബി അലൗഡ് only on computing the full secretariat for the previous year. The sum is actually paid by him. അതാണ് ഇമ്പോർട്ടൻ്റ്. അത് ആക്ച്വലി ആ സം പേ ചെയ്തിരിക്കണം. പേ ചെയ്താൽ മാത്രമേ അത് അലൗബിൾ ഉള്ളൂ. 43B അനുസരിച്ച് എന്താണ് ടാക്സ്, ഡ്യൂട്ടി എന്നുള്ള മറ്റ് പല ഐറ്റംസ് ഉണ്ട്. ഒരു H വരെയുള്ള ഐറ്റംസ് ഉണ്ട്. ഒരു 9 ഐറ്റംസ് അതിനകത്തുണ്ട്. ഓക്കെ, 9-10 ഐറ്റംസ് അതിനകത്തുണ്ട്. അതിനകത്ത് നമ്മൾ ഇത് മാത്രം നമ്മൾ എടുത്തു പറയുകയാണ്, ലാൻഡിന് മാത്രം. ഓക്കെ, ഈ അക്കൗണ്ടിങ് PGP അക്കൗണ്ടിങ് എന്ന് പറയുന്നെങ്കിൽ എപ്പോഴും അത് ക്യാഷ് ബേസിലാണ്, അക്കൗണ്ട് ബേസിലാണ്. അപ്പം ക്യാഷ് ബേസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ബേസിൽ. അപ്പം പേയ്മെൻറ്റ് ബേസിൽ എന്താണ്, എക്സ്പെൻസസ് ഷുഡ് ബി ആക്ച്വലി പെയ്ഡ്. അത് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മളത് അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുപോലെ അക്കൗണ്ട് ബേസിലാണെങ്കിൽ എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ വെദർ പെയ്ഡ് ഓർ നോട്ട് അത് അക്കൗണ്ട് ചെയ്യും. സെയിൽസ് അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ
സെയിൽസിൽ ഇൻകം അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസീവ്ഡ് ഓർ നോട്ട്, അത് കിട്ടിയാലും ഇല്ലെങ്കിലും അത് അക്രൂ ചെയ്ത് കഴിഞ്ഞ് ഇൻകം അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അക്കൗണ്ട് ചെയ്യും. 43B is applicable for accrual basis of accounting only. Municipal taxes are allowed on payment basis only as per 43. Municipal taxes are applicable payment basis as per 43B. Now, if the owner himself uses the premises for his business, no notional rent will be allowed. ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്നു, എൻ്റെ വീടിൻ്റെ ഒരു പാർട്ട് ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാനാണ് ഓണർ, ഞാൻ ബിസിനസ് നടത്തുന്നു, പ്രൊപ്പറേറ്റർഷിപ്പാണ് നടത്തുകയാണെങ്കിൽ അതിന് എനിക്ക് എൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടി ഇത്ര രൂപ റെൻ്റായിട്ട് കണക്കാക്കി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നോഷണൽ ബേസിസിൽ പറ്റില്ല. ആക്ച്വലി എനിക്ക് കിട്ടണം, ഞാൻ തന്നെ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ തന്നെ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ റെൻ്റാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓണർ ഹിംസെൽഫ് യൂസസ് പ്രൈമസ് ഫോർ ഹിസ് ബിസിനസ്, നോ നോഷണൽ റെൻറ്റ് വിൽ ബി അലൗഡ്. പക്ഷേ ഒരു ഫേമാണ്, പാർട്ണർഷിപ്പ് ഫേമാണ്, ഒരു കമ്പനിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ റീസണബിൾ റെൻറ്റ് ഒക്യുപ്പേറ്റ് ബൈ ദ ബിസിനസ്, റീസണബിൾ ആയിട്ടുള്ള റെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇഫ് ദാറ്റ് premises or building is owned by one of the partners. ഈ 3 പാർട്ണറുണ്ട്, അതിൽ ഒരു പാർട്ണറുടെ ബിൽഡിങ്ങിൽ മറ്റ് 2 പേരും കൂടെ ചേർന്ന് 3 പേരും കൂടെ ചേർന്ന് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ആ സ്പേസിന് ഒരു റെൻറ്റ് കണക്കാക്കി, റീസണബിളായിട്ട് റെൻറ്റ് കണക്കാക്കി അത് പേ ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഇൻകം ആ പാർട്ണറെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്, അത് PGBP ഇൻകം അല്ല. The rent received by the owner will be income from house property. ഒരു ഫേം ഒരു ബിൽഡിങ് പാർട്ട്ണർ ഓൺ ചെയ്യുന്ന ബിൽഡിങ് എടുത്തിട്ട് ആ ബിൽഡിങ്ങിന് റെൻറ്റ് പേ ചെയ്യുകയാണെങ്കിൽ അത് ആ എക്സ്പെൻസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം PGBP എക്സ്പെൻസാണ്. പാർട്ണറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഓണറെ സംബന്ധിച്ചിടത്തോളം അത് HP ഇൻകമാണ്, ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിരിക്കും. For premises used partly for business, proportionate expense for business is allowed for rent, taxes, insurance, etc. അപ്പം നമ്മൾ ടാക്സ്, ഇൻഷുറൻസ്, റെൻറ്റ് ഇതിനെല്ലാം പ്രൊപ്പോർഷണൽ ആയിട്ട് ചാർജ് ചെയ്യാവുന്ന എക്സ്പെൻസ് കാണിക്കാവുന്നതാണ്. അപ്പം ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു പാർട്ട് ബിസിനസ് മറ്റേ പാർട്ട് താമസിക്കുകയാണെങ്കിൽ മറ്റൊരു പർപ്പസിന് യൂസ് ചെയ്തിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര പാർട്ടാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ 70% ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, റെൻറ്റ് പെയ്ഡ് ഇൻ 24-25 2,40,000, ഫുള്ളി 70% യൂസ് ഫോർ ബിസിനസ്. അതിൻ്റെ 70% 2,40,000 70% ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അത് റെൻ്റാണ്. ഇൻഷുറൻസും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് ഇൻഷുറൻസ് പേ ചെയ്യുന്നതിൽ അതിൻ്റെ 70% യൂസ് ചെയ്യുന്നത് 70% ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ടാക്സ് ആയാലും എന്തായാലും ഇതെല്ലാം ആസ് പെർ ദ പ്രൊപ്പോർഷണറ്റ് യൂസേജ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് സബ്ലെറ്റിംഗ് ഓഫ് റെൻറ്റഡ് പ്രൊമൈസസ്. ഇപ്പം നമ്മളിപ്പം ഒരു പ്രൊമൈസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് അതിലൊരു പാർട്ട് നമ്മൾ സബ്ലെറ്റ് ചെയ്ത് വേറൊരു ബിസിനസ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സബ്ലെറ്റ് ചെയ്ത പോർഷനിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ റെൻറ്റ് അത് നമ്മൾ പേ ചെയ്യുന്ന റെൻറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എക്സ്പെൻസ് ആയിട്ട്. ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് സബ്ലെറ്റിംഗ് ഓഫ് റെൻറ്റഡ് പ്രൊമൈസസ്, റെൻറ്റ് പെയ്ഡ് മൈനസ് റെൻറ്റ് റിസീവ്ഡ് ഫ്രം സബ്ലെറ്റിംഗ്. റെൻറ്റ് പെയ്ഡ് ഫോർ പ്രൊഫഷൻ ഫോർ previous year 24-25 is 1,80,000 per annum. 1/4 portion is sublet for another person for ₹3,000 per month. Net deduction will be 1,80,000 minus 3,000 at the rate of 12 months is equal to 1,44,000. അതിന് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. In the case of repairs and maintenance, current repairs are only allowed. For capital repairs, only depreciation is allowed. അപ്പം നമ്മൾ കറണ്ട് റിപ്പയറിൻ്റെ കേസിൽ നമുക്ക്
P&L റവന്യൂ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അത് ടെനൻ്റ് ആയാലും ഓണർ ആയാലും. ക്യാപിറ്റൽ റിപ്പയറിൻ്റെ കേസിൽ ഈ ടെനൻ്റ് ആയാലും ഓണർ ആയാലും ഡിപ്പോസിഷൻ മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ക്യാപിറ്റൽ എക്സ്പെൻസസ് അവിടെ അലോ ചെയ്തിട്ടില്ല, അവിടെ അലോഡ് അല്ല. അത് ഓണറാണെങ്കിൽ ആ ക്യാപിറ്റൽ റിപ്പയറിൻ്റെ എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്ങിലൂടെ ആഡ് ചെയ്ത് ക്യാപിറ്റൽ എക്സ്പെൻസ് ആക്കിയിട്ട് അത് ഡിപ്പോസിഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ. ടെനൻ്റിനാണെങ്കിൽ ഡീംഡ് ബിൽഡിങ്, അതായത് ഒരു ലീസിനെടുത്തിട്ടുള്ള ബിൽഡിങ്ങിനകത്ത് കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനുള്ള ഡിപ്പോസിഷൻ അയാൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. കേസ് ലോസ് ഇപ്പം ഡിഫറെൻറ്റ് കേസ് ലോസ് ഉണ്ട്. ഇപ്പം ഇത് ഈ നമ്മൾ കേസ് ലോസ് പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടതി വിധികൾ ഓരോ സെക്ഷനും ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം കോടതി വിധികൾ വന്നാൽ അത് ലോഫുള്ളി ബൈൻഡിങ് ആണ്. എപ്പോഴും വരെ അത് മാറ്റി പുതിയൊരു സെക്ഷനോ നിയമമോ കൊണ്ടുവന്ന് ആക്ട് അമെൻഡ് ചെയ്യുന്നത് വരെ. അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ട് ആയിരിക്കും എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെക്ഷൻ ഉണ്ട്, അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി, ഇല്ലെങ്കിൽ അത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് കോടതി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വാലിഡാണ്. അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു അസസ്മെൻറ്റ് ഇയറിൽ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധി കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ അതിൽ മാറ്റം വരുത്തി ആ ആക്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പിന്നെ വാലിഡ്. കോടതി വിധി പുതിയ ചേഞ്ചസ് വരുന്നവരെ വാലിഡുള്ളൂ. അതുവരെ കോടതി വിധി അത് ലോ ആയിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും, റൂളായിട്ട് ലോ ആയിട്ട് കണക്കാക്കേണ്ടി വരും. അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. പെയിൻറ്റിങ്, അപ്പോൾ ഇത് പല കേസ് ലോസ് ഉണ്ട്. അതിൽ കോടതി വിധി അനുസരിച്ചുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്നത്. പെയിൻറ്റിങ് ദ ഔട്ട് സൈഡ് ഓഫ് എ ബിൽഡിംഗ് ഇസ് കൺസിഡർ റിപ്പയർ ആൻഡ് ഹെൻസ് അലൗഡ്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിക്കറിങ് എക്സ്പെൻസാണ്. കൊല്ലം കൂടുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അത് റവന്യൂ എക്സ്പെൻസാണ്. അത് ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ട് ക്യാപിറ്റൽ കോസ്റ്റിനോട് കൂട്ടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു 30 കൊല്ലം പോയാലും ബിൽഡിങ്, അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 lakhs ആയിരിക്കും. പക്ഷേ പെയിൻറ്റ് ചെയ്യുമ്പം വലിയ ബിൽഡിംഗ് ആണ്, ചിലപ്പോൾ അത് 6 lakhs 7 lakhs ഇല്ല 5 lakhs ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ബുക്ക് വാല്യൂവിൻ്റെ കൂടുതൽ പെയിൻറ്റിങ്ങിൻ്റെ വാല്യൂ വന്നത് എന്നുള്ളതുകൊണ്ട് അത് റവന്യൂ എക്സ്പെൻസ് അല്ലാതാവുന്നില്ല. അത് ക്യാപിറ്റൽ എക്സ്പെൻസിനോട് കൂട്ടാനും പറ്റുകയില്ല. ഓക്കെ. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ഐറ്റംസ് ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് റെൻറ്റ്. ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇപ്പം റെൻറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഫിക്സ്ഡ് അല്ല, അത് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ഐറ്റംസ് പ്രോഫിറ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുകയില്ല. അതിനൊരു കാരണം ഉണ്ട് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ഐറ്റംസ് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം പല കേസിലും ടാക്സ് കിട്ടാതെ വരാം. അല്ലെങ്കിൽ ഗവൺമെൻറ്റിനുള്ള ടാക്സ് ചിലപ്പോൾ റെൻ്റായിട്ട്, ഫോർ എക്സാമ്പിൾ അത് ശരിക്കും പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുക്കുന്ന പാർട്ട്നേഴ്സിനാണ്. ഓക്കെ. അപ്പം ഫോർ എക്സാമ്പിൾ അപ്പം പറയുകയാണ് എൻ്റെ പ്രോഫിറ്റിൻ്റെ 50% ഞാൻ റെൻ്റായിട്ട് തരുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ആക്ച്വലി ഒരു പാർട്ട്ണറല്ലേ, പാർട്ട്ണറിലെ പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ പാർട്ട്ണറാണ്. അപ്പം അത് ശരിക്കും ആ ബിസിനസ് റൺ ചെയ്യുന്നതിൻ്റെ പാർട്ട്ണർ, അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ ഷെയർ ആയി കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഷെയർ ഇൻ റവന്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് റെൻറ്റ്. ഇത് പല കമ്പനികളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം, അത് ലൊക്കേഷൻ അനുസരിച്ച് ഒരു റവന്യൂവിൻ്റെ ഒരു ഷെയർ റെൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ. If an assessee takes premises on lease and agrees to pay arrears of rent to previous tenant, such arrears of rent cannot be allowed as deduction whether arrears are paid under legal obligation or voluntarily. ഇപ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങുന്നതിന് ഞാൻ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഒരു ബിൽഡിംഗ് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ആ ബിൽഡിങ്ങിന് ഓണറെ സമീപിച്ചപ്പം ബിൽഡിങ്ങിൻ്റെ ഓണർ പറയുകയാണ്, ഇത് ഓൾറെഡി അവിടെ ഒരു ടെനൻ്റ് ഉണ്ട്, അവർ 3 മാസം എനിക്ക് വാടക തരുന്നില്ല. ഓക്കെ. ഞാനിപ്പം ഇത് അവർ ഡെബിറ്റ് ചെയ്ത് എനിക്ക് വാടക കിട്ടത്തില്ല. അപ്പം ഞാൻ പറയുകയാണോ നോ പ്രോബ്ലം, ആ വാടക കൂടി ഞാൻ തരാം. ഇന്ന് വോളണ്ടറിലി പറയുകയാണ്. ഇല്ലെങ്കിൽ എഗ്രിമെൻറ്റ് എഴുതി ചേർക്കുകയാണെങ്കിൽ വാടക ഞങ്ങൾ ഞാൻ തരാം, അയാൾ മാറ്റുക എന്നുള്ളത്. ഈ 2 കേസിലും അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ ഓർ വോളണ്ടറിലി
ഞാനിത് പേ ചെയ്താൽ ആ അരിയേഴ്സ് ഓഫ് റെൻറ്റിന് ഡിഡക്ഷൻ കിട്ടുന്നതല്ല. If an assessee takes premises on lease and agrees to pay arrears on rent to previous tenant, such arrears of rent cannot be allowed as deduction, whether arrears are paid under legal obligation or voluntarily. Okay. അപ്പോൾ നമ്മൾ ഈ റവന്യൂ എക്സ്പെൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സിനിമ തിയേറ്റർ, സിനിമ ഹാള്, അവിടെ സീറ്റ് റിപ്പയർ ആയി. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻസാണ്. പക്ഷേ സീറ്റിൻ്റെ കപ്പാസിറ്റി കൂട്ടുവാണെങ്കിലോ അത് ക്യാപിറ്റൽ എക്സ്പെൻസായിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് സെക്ഷൻ 31 റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. അപ്പം P&M പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ഫർണിച്ചറിൻ്റെയും റിപ്പയേഴ്സും ഇൻഷുറൻസും ഇതാണ് സെക്ഷൻ 31 പറയുന്നത്. ഫസ്റ്റ് നമ്മൾ സെക്ഷൻ 30 പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ കാര്യമായിരുന്നു. ബിൽഡിങ്ങിൻ്റെ റിപ്പയേഴ്സും ഇൻഷുറൻസും ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞത്. ഇവിടെ അതിൻ്റെ റവന്യൂ, അതിൻ്റെ ബിൽഡിങ്, തന്നെ അതിൻ്റെ ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറിൻ്റെയും കേസ് മാത്രമാണ്. ഈ കേസിൽ അലോസ് കറണ്ട് റിപ്പയേഴ്സ് ഓഫ് മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ ഇൻ കമ്പ്യൂട്ടിംഗ് PGBP income. അതിൻ്റെ കറണ്ട് റിപ്പയേഴ്സും കറണ്ട് റിപ്പയേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ, അതും ഇൻഷുറൻസും അത് അലോഡാണെന്ന് പറയുന്നത്. കറണ്ട് റവന്യൂ റിപ്പയേഴ്സ് ആണെങ്കിൽ ഓണർ ചെയ്താലും കറണ്ട് റവന്യൂ റിപ്പയേഴ്സ് ആണെങ്കിൽ ഓണർ ചെയ്താലും ടെനൻറ്റ് ചെയ്താലും, അതിപ്പോൾ ഞാനൊരു മെഷീനറി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ റിപ്പയർ മെയിൻ്റനൻസ്, ഒരു മെഷീനറി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന റിപ്പയർ മെയിൻ്റനൻസ് ഓണറിനും ചെയ്യാം, ടെനൻറ്റും ചെയ്യാം. അത് കൊടുക്കുകയാണെങ്കിൽ റിപ്പയേഴ്സ് ഇൻക്ലൂഡ് റിന്യൂവൽ ഓർ റിനോവേഷൻ ബട്ട് എക്സ്ക്ലൂഡ് റിപ്ലേസ്മെൻറ്റ് ഓർ റീകൺസ്ട്രക്ഷൻ. അതിൻ്റെ റിനോവേഷൻ നടത്താം, ആ മെഷീനറിയുടെ റിന്യൂവൽ നടത്താം, പക്ഷേ റീപ്ലേസ്മെൻറ്റോ റീകൺസ്ട്രക്ഷനോ പാടില്ല, അത് അലോഡല്ല. Deduction allowed only for current repairs and not for arrears of repairs or earlier years of earlier years. പക്ഷേ അതിൻ്റെ നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ തന്നെ അരിയേഴ്സ് ഇവിടെ അലോഡല്ല. പക്ഷേ ഇത് നമുക്ക് സെക്ഷൻ 37(1), അതായത് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള കേസസ് കൺസിഡർ ചെയ്യുന്ന 37(1) നമുക്കിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. Current capital repairs are not allowed under PGBP for machinery and plant and machinery and furniture. Insurance premium. Owner's insurance premium must be again risk and damage of the destruction of machinery, plant and machinery, furniture. Risk and damage insurance എടുക്കാവുന്നതാണ്. പക്ഷേ ഈ അസറ്റ് ബിസിനസ്സിൽ യൂസ് ചെയ്തിരിക്കണം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, അറ്റ്ലീസ്റ്റ് ഫോർ 1 day, ഒരു ദിവസമെങ്കിൽ. പിന്നെ പ്രീമിയം മസ്റ്റ് ഹാവ് ബീൻ ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ അണ്ടർ ദ മെക്കാനിക്കൽ സിസ്റ്റം അക്കൗണ്ട്. അത് ഒന്നെങ്കിൽ പേ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അത് പേയബിൾ ആയിരിക്കണം. അപ്പോൾ പ്രീമിയം ഡ്യൂ ആവാം, ഇല്ലെങ്കിൽ അത് പേ ചെയ്യണം, പേ ചെയ്യുകയോ പേയബിൾ ആവുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അത് ഡ്യൂ ആയിരിക്കണം. ഡ്യൂ ആയി നിങ്ങൾ പേ ചെയ്യുകയോ ഇല്ലെങ്കിൽ അത് ഡ്യൂ ആയിരിക്കുകയോ വേണം മെക്കാനിക്കൽ സിസ്റ്റം അക്കൗണ്ടിങ് ആണെങ്കിൽ. എന്നാൽ മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുള്ളൂ. പ്രീമിയം ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് കോൺട്രിബ്യൂഷൻ ടു ട്രേഡ് അസോസിയേഷൻ ബൈ വിച്ച് ദ മെമ്പേഴ്സ് ആർ ഇൻഷുർഡ് അഗൈൻസ്റ്റ് ലോസസ്. ടു ക്ലെയിം ഡിഡക്ഷൻ ദ അസറ്റ് മസ്റ്റ് ഹാവ് ബീൻ യൂസ്ഡ് ആക്റ്റീവ്ലി ഓർ പാസീവ്ലി ഫോർ ബിസിനസ് പർപ്പസ് ഓഫ് ദ അസസി അറ്റ്ലീസ്റ്റ് ഫോർ 1 day ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി അസറ്റ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ. പിന്നെ ഇൻഷുറൻസ് ആൻഡ് റിപ്പയർ ചാർജസ് ഓഫ് അസറ്റ്സ് ഓൺ ബൈ അസസി ബട്ട് നോട്ട് യൂസ് ഫോർ ബിസിനസ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വുഡ് നോട്ട് ബി അലോ ഫോർ ഡിഡക്ഷൻ. ഈ ഇൻഷുറൻസ് റിപ്പയർ ചാർജസും ബിസിനസ്സിൽ യൂസ് ചെയ്യാത്ത അസറ്റിന് നമുക്ക് അലോ ചെയ്യാൻ പറ്റുകയില്ല. അത് ബിസിനസ്സിൽ യൂസ് ചെയ്തിരിക്കണം. ഡിഡക്ഷൻ ഓഫ് ഫുൾ എമൗണ്ട് എക്സ്പെൻസ് ഓൺ റിപ്പയർ ഇൻഷുറൻസ് ചാർജസ് ആർ അലൗഡ് ഈവൻ വെൻ യൂസ്ഡ് പാർട്ട് ഓഫ് ദ ഇയർ. അപ്പോൾ അത് പാർട്ട് ഓഫ് ദി ഇയർ ഇതിൽ നമ്മൾ യൂസ് ചെയ്താലും ഫുൾ ഡിപ്രിസിയേഷൻ, ഫുൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ റിപ്പയർ മെയിൻ്റനൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ റെഡിയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്പെയർ മെഷീൻ വന്നിരിക്കട്ടെ, ആ സ്പെയർ മെഷീൻ റെഡിയാക്കി നിർത്തിയില്ലേ പറ്റും. റെഡിയാക്കി നിർത്തിയെങ്കിൽ സ്പെയർ മെഷീൻ്റെ ഇൻഷുറൻസോ
ഇല്ലെങ്കിൽ ആ റിപ്പയർ മെയിൻ്റെനൻസ് ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് ആവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടത് അത് ആക്റ്റീവ് യൂസ് ആയാലും പാസീവ് യൂസ് ആയാലും അത് ആപ്ലിക്കബിളാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ, ഫയർ എക്സ്റ്റിങ്വിഷർ ഇപ്പം തീ കത്തിയില്ല എന്നുകൊണ്ട് ഫയർ എക്സ്റ്റിങ്വിഷർ യൂസ് ചെയ്തില്ല എന്നതുകൊണ്ട് അത് നമ്മൾ റിപ്പയർ മെയിൻ്റനൻസ് നടത്തി റെഡിയാക്കി അല്ല, നമുക്ക് ഇപ്പോൾ നിർത്താതിരിക്കാൻ പറ്റുകയില്ല. അത് റെഡിയാക്കി വെച്ചിരിക്കണം, എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Example, imagine a business owner, Mr. Sharma, who owns a textile manufacturing company. He uses various machines for the production of textile. During the financial year, one of the machines breaks down and requires immediate repair to continue production. Mr. Sharma pays 50,000 rupees for this repairs. Additionally, he has taken an insurance policy for all the machinery and pays an annual premium of 20,000 to cover any unforeseen damages or destruction. Under Section 31 Income Tax Act, when Mr. Sharma files his income tax return, he can claim deduction for the rupees 50,000 he paid for current repairs of the machine as revenue expenditure incurred during the year. അപ്പം ആ സമയത്ത് അയാൾ കറണ്ട് റിപ്പയർസ് മെയിൻ്റനൻസിന് വേണ്ടി ചിലവാക്കി 50,000 റുപ്പീസും അയാൾക്ക് P&L ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ 20,000 ആനുവൽ പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം അയാൾ മെഷീനറിക്ക് റിസ്ക് ആൻഡ് ഡാമേജ് അഗൻസ്റ്റ് എടുത്തും അയാൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അത് അയാൾക്ക് ക്ലെയിം ചെയ്യാം. However, Mr. Sharma decides to upgrade the machinery to more advanced model. Capital expense പോവുകയാണെങ്കിൽ the expense incurred would be considered capital expenditure, would not be deductible under the section. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പക്ഷേ അലോവബിൾ അല്ല. നമ്മളിപ്പം ഓക്കെ, അഡ്മിസിബിൾ ഡിഡക്ഷൻസിൽ 29 and 30-31 മൂന്ന് സെക്ഷൻ നമ്മൾ കവർ ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് സെക്ഷൻ 32 ആണ്. അത് ഡിപ്രിസിയേഷൻ ആണ് സെക്ഷൻ 32. ഓക്കെ, ക്യാപിറ്റൽ അസറ്റിൻ്റെ മുകളിലുള്ള ഡിപ്രിസിയേഷനാണ്. ഡിപ്രിസിയേഷൻ മാൻഡേറ്ററി ആണ്. എല്ലാവരും ഡിപ്രിസിയേഷൻ കണക്കാക്കി പറ്റുള്ളൂ. അസസിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഡിപ്രിസിയേഷൻ ഞാൻ എടുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് മാൻഡേറ്ററിലി അത് കവർ ചെയ്തേ പറ്റുകയുള്ളൂ. ഇത് വളരെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ഡിപ്രിസിയേഷൻ. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പാർട്ട് 2ൻ്റെ PGBPയുടെ സെഷൻ 2 അഡ്മിസിബിൾ ഡിഡക്ഷനിൽ നമ്മൾ ഇനിയിപ്പം ഡിപ്രിസിയേഷൻ 32 ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പം അറിയാൻ ഒരു ക്ലാസ്സിൽ ചിലപ്പം നമുക്ക് അറിയാം, ഇല്ലെങ്കിൽ ഒന്നൊക്കെ ക്ലാസ് വേണ്ടി വന്നിരിക്കും. അത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കവർ ചെയ്ത ചാപ്റ്റേഴ്സ് നമുക്കറിയാം. നമ്മൾ ആദ്യം ചാർജബിലിറ്റി കവർ ചെയ്തു 28, പിന്നെ പാർട്ട് ഓഫ് 41 കവർ ചെയ്തു, ഡീംഡ് ഇൻകം കവർ ചെയ്തു, പിന്നെ നമ്മൾ 29 ഏതൊക്കെ സെക്ഷൻസാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷനുകളിലാണ് നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി. ഇനി 29 ബിൽഡിങ്സിൻ്റെ പിന്നെ ഇൻഷുറൻസ്, ടാക്സ്, റെൻറ്റ്, റിപ്പയർ എല്ലാം നമ്മളത് കവർ ചെയ്തു. 29 നമ്മൾ P&M, പ്ലാന്റ് ആൻഡ് മെഷീനറിയും അതുപോലെ ഫർണിച്ചറിൻ്റെ കേസ് കവർ ചെയ്തു. ഇനി നമ്മൾ പോകുന്ന ക്യാപിറ്റൽ അസറ്റിൻ്റെ കേസാണ്. ക്യാപിറ്റൽ അസറ്റ് ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സെക്ഷൻ 32 ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പാർട്ട് 2ൻ്റെ സെക്കൻഡ് സെഷനിൽ അത് കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.